എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടീ ടൈം സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി 2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. 2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ആക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. ഇനി അതേ ഉരുളിയിലേക്ക് തന്നെ 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. കുറച്ച് കാഷ്യൂ നട്ട് ഞുറുക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഈ ഓട്സ് ഫ്രൈ ആക്കിയതിലേക്ക് കുറച്ച് ഏലക്കായും പൊളിച്ചതും കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊടിക്കുമ്പോൾ അതിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. തേങ്ങ ഒന്ന് ഫ്രൈ ആക്കാം. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീ ടൈം സ്നാക്സാണ്. തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞ് ഞുറുക്കിയെടുത്തതാണ്. അതും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മധുരം, ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കര ചേർത്താൽ മതിയാകും. മധുരം തീരെ വേണ്ട എന്നുള്ളവർക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മതിയാകും. അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതാണ്. ഒരു 3 സ്പൂണുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എത്രത്തോളം ഇളക്കിയെടുക്കും അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ വറുത്ത് വെച്ച ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കുക. ഈ സമയം സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഈ ചൂടിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുകയോ അച്ചിൽ വെച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് ചൂടോട് നല്ല ചൂടുണ്ട്. തന്നെ ഉരുട്ടിയെടുക്കുക. ഞാനൊരു കൊഴുക്കട്ട ഉണ്ടാക്കുന്ന അതിലേക്ക് വെച്ച് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. ഒരു പ്രാവശ്യം പുരട്ടിയാൽ മതി. പിന്നെ എല്ലാ സമയവും പുരട്ടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക.
കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. ഒരെണ്ണവും ചായയും കൂടി കഴിക്കുമ്പം തന്നെ മതിയാകും. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടീ ടൈം സ്നാക്സാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.